ബഡീസ് വെൽക്കം ബാക്ക് ടു 1/2. അപ്പൊ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നിങ്ങളെ എങ്ങോട്ടാ കൂട്ടിട്ട് പോണെന്ന്. യെസ്, ഇത് നമ്മുടെ പാലക്കാട് കോട്ടയാണ് കേട്ടോ. അപ്പൊ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് 8 to 5:30 ആണ്. അപ്പൊ എങ്ങനെ പോയാലോ? ഇങ്ങോട്ട് ഡയറക്റ്റ് ബസ്സിന് വരുന്നവർക്ക് അങ്ങനെ വരാം. അതല്ല, സ്വന്തം വണ്ടി എടുത്തിട്ട് വരുന്നവർക്ക് ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ നടന്നത് ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പച്ചപ്പും നല്ല ചെറിയ കാറ്റും ഒക്കെ വീശുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് വെള്ളമൊക്കെ കാണാൻ സാധിക്കും. ഇത് വേനൽക്കാലത്തൊന്നും പറ്റില്ല എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് കേട്ടോ. ഹിസ്റ്ററിയോട് ഇൻട്രസ്റ്റും അതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വെറും 25 റുപ്പീസിൽ ഈ കോട്ട എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ബേസിക്കലി ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്, എങ്കിൽ കൂടി പാലക്കാടാണ് ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത ലൊക്കേഷൻ. തൃശ്ശൂർക്കാർക്ക് വടക്കുന്നാഥൻ മൈതാനം എങ്ങനെയാണോ അതുപോലെയാണ് പാലക്കാടുകാർക്ക് ഈ കോട്ട എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പാലക്കാട് കോട്ട, ടിപ്പു സുൽത്താൻ കോട്ട എന്ന പേരിലൊക്കെ ഇതറിയപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങിയത് ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളൊക്കെ വാക്കിങ്ങിന് നടക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കോട്ടയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. ഒരുപാട് ഹിസ്റ്ററികൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈ കോട്ടയുടെ ഉൾവശം കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇരിക്കുന്നത്, എങ്ങനെയായിരിക്കും എന്നതൊക്കെ ആലോചിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി വീഡിയോസ് കാണാം. കോട്ടയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് ബോർഡ് കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഈ കോട്ടയെ കുറിച്ചുള്ള ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ QR കോഡ് കാണാം, അത് നമുക്ക് സ്കാൻ ചെയ്താലും ഈ കോട്ടയുടെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞാൻ കയറി വരുമ്പോൾ ഈ ഇടതുവശത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഗ്രൗണ്ട്, ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞ കോട്ടയുടെ പുറത്തുള്ള എല്ലാ വ്യൂസും നമുക്ക് കാണാൻ സാധിക്കും. ടിപ്പു സുൽത്താന്റെ ഫാദർ ഹൈദർ അലി 1766 ഈ കോട്ട നിർമ്മിച്ചത്. പിന്നീട് ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും ഇത് റിനോവേഷൻ ചെയ്യുകയും ചെയ്തു. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പാലക്കാട് കോട്ട. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്ന കോട്ടകളിൽ ഒന്നാണ് നമ്മുടെ ഈ പാലക്കാട് കോട്ട. അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡായിട്ട് കാണാൻ സാധിക്കും ഒരു ടെമ്പിള്. ആക്ച്വലി അത് ആഞ്ജനേയ ടെമ്പിൾ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണ്. അവിടെ കയറാൻ നമ്മൾ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ആ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ഈ ഒരു വഴിയിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗേറ്റ് കാണാൻ സാധിക്കും. ആ ഗേറ്റിന്റെ ഉള്ളിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ടിക്കറ്റ് മസ്റ്റ് ആണ് കേട്ടോ. കോട്ടയുടെ ഫുൾ വ്യൂ കണ്ട് ഞാൻ പുറത്തിറങ്ങി. അപ്പൊ എൻട്രൻസ് ഭാഗത്ത് ലെഫ്റ്റ് സൈഡായിട്ട് ഇങ്ങനെ ഒരു ആമക്കുളം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിറയെ ആമയും മീനുകളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്കപ്പോ ഫുഡും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കോട്ട ഫുള്ള് എക്സ്പ്ലോർ ചെയ്തപ്പോ അതിന്റെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ കണ്ടതാണ് വാടിക ചിൽഡ്രൻസ് പാർക്ക്. എന്നാ പിന്നെ അവിടെയും കൂടി കേറിയിട്ട് പോകാന്ന് കരുതി. അപ്പൊ ഇങ്ങോട്ടുള്ള എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞ 25 റുപ്പീസ് ആണ് കേട്ടോ. സമയം ഏറെക്കുറെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു. അപ്പൊ അതിന്റെ ന്യൂനതകളൊക്കെ വീഡിയോയിൽ കാണാട്ടോ. എൻട്രൻസ് കൂടെ വരുമ്പോ തന്നെ പ്രത്യേക ആംബിയൻസ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞ ചിൽഡ്രൻസ് പാർക്ക് ബോർഡൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ ഉള്ളത് ഈ വഴി കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. കുട്ടികൾക്ക് ഗെയിമിംഗ് സെക്ഷനൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഇതിന്റെ സൈഡിൽ ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കപ്പിൾസിനും അതുപോലെ ബാക്കി കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാർക്കാണ്. എന്തായാലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടാവും. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ്റെനൻസ് ആണ്. നല്ല രീതിക്ക് ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. അങ്ങനെ കോട്ടയും അതുപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളിത് പുറത്തിറങ്ങിയ സമയം ഇപ്പോൾ ഒരു 8-9 മണി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളിത് ഉപ്പിലിട്ട മാങ്ങ ഐറ്റംസ് ഒക്കെ കണ്ടു. ഞാൻ എവിടെ പോയാലും ഈ ഒരു ഐറ്റം മാത്രം മിസ് ചെയ്യില്ല കേട്ടോ. അപ്പൊ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളൊക്കെ കഴിച്ചു. ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ ഉള്ളൂ. അപ്പൊ എന്തായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ മറക്കരുത് 1/2. ഓക്കെ, ബൈ.